കൂനിന്മേൽ കുരു പോലെ ഒന്നിനു പുറത്ത് മറ്റൊന്നായി പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ആ താലി കയ്യിൽ വെച്ച് അവരെന്തും ചെയ്യും. ഈ അപകടാവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റ് വന്നാലും നന്ദേട്ടന്റെ ജീവിതം അവരൊരു നരകമാക്കി തീർക്കും. എന്തെങ്കിലും വിവരം കിട്ടിയോ സച്ചേട്ടാ? ധനുഷ് അഡ്വക്കേറ്റുമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരാന്നാ പറഞ്ഞത്. നമുക്ക് ഉടനെ അങ്ങോട്ട് പോകണം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് മുറി ചെന്ന് അച്ഛനോട് പറഞ്ഞിട്ട് പോവാം. എങ്കിൽ പിന്നെ താമസിക്കണ്ട. വാ. അനുപേട്ടാ, അനുപേട്ടാ, അനുപേട്ടാ. അല്ല, ഇതെന്താ? നിങ്ങളൊക്കെ ആരാ? സർ, ഇതെന്റെ ബ്രദറിൻലോയാണ്. ഞങ്ങൾ വന്നത് ഇദ്ദേഹത്തെ കാണാനാ. ഇവിടെ ചില മര്യാദകളൊക്കെ ഉണ്ട്. പോലീസ് സ്റ്റേഷനിലേക്ക് പിടിച്ചോണ്ടുന്ന പ്രതിയെ ആരെ കാണിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. അങ്ങോട്ട് മാറിയുന്നേ. സർ, എന്താണ് പ്രശ്നം? സാറേ, ഇവനെ കാണണമെന്ന് പറഞ്ഞു വന്നതാ. റിലേറ്റീവ്സ് ആണെന്നാ പറഞ്ഞത്. താൻ വയ്ക്ക്. സർ. നിങ്ങളാരെ? സർ, അനുപേട്ടൻ എന്റെ സഹോദരനാ. ഇത് എന്റെ ഭർത്താവാ. ഞങ്ങള് അനുപേട്ടനെ കാണാൻ വന്നതാ. സർ, അനുപേട്ടനെ ജാമ്യത്തിലെടുക്കാൻ ഞാൻ വക്കീലിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇയാൾക്ക് സ്റ്റേഷൻ ജാമ്യം തരാൻ പറ്റില്ല. മാത്രമല്ല, വേറെയും പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ഇയാൾ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇയാളുടെ അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അദ്ദേഹത്തോടൊന്നും ചോദിച്ചില്ലേ? സർ, വിവരം അറിഞ്ഞ് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വരികയായിരുന്നു. നിങ്ങൾക്ക് അനൂപിനോട് സംസാരിക്കാം. അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചില കാര്യങ്ങൾ നിങ്ങൾ അറിയണം. എന്താണ് സർ? ഇയാളുടെ ജീവൻ അപകടത്തിലാണ്. ഇപ്പോൾ ഇയാൾക്ക് ഏറ്റവും സുരക്ഷിതമായ സ്ഥലം ഈ പോലീസ് സ്റ്റേഷനാണ്. സർ, മനസ്സിലായില്ല. ഈ നഗരം ഭരിക്കുന്ന ചെങ്കൽ മധു എന്ന ഗുണ്ടയുടെ സഹോദരിയാണ് കൊല്ലപ്പെട്ടത്. അതിനേക്കാൾ വലിയ പ്രശ്നം, ആക്സിഡന്റിൽ മരിച്ച പെൺകുട്ടി ഗർഭിണിയായിരുന്നു.